ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണ്, അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി എന്താകാനുള്ള ചാൻസസ് ആണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കാം. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ്, കറണ്ട് എനർജി എന്താണ്, അതുപോലെ തന്നെ ഇത് ഫ്യൂച്ചറിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്തായി തീരും എന്നുള്ളൊരു കാര്യങ്ങൾ കൂടിയാണ് നമ്മളിവിടെ നോക്കുന്നത്. Current status, current energy of your person and your relationship. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണെന്നും ഫ്യൂച്ചറിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായി തീരും, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഫ്യൂച്ചറിൽ എനർജി എന്താകും, റിലേഷൻഷിപ്പിൻ്റെ ഒരു എനർജി മാറുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ് എന്ന് നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാർഡ് സ്ട്രെങ്ത് കാർഡാണ് നമുക്കിവിടെ ഫസ്റ്റ് കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് കാർഡ് 9 ഓഫ് കപ്സ് ആണ്. ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദ മൂൺ കാർഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മൂൺ കാർഡ്. ഓക്കെ, രണ്ട് കാർഡുകൾ നമുക്ക് വന്നിട്ടുണ്ട്. 6 ഓഫ് പെൻഡക്കിൾസ്, ദ ഹെർമിറ്റ് കാർഡ്. ഓക്കെ, ദ ഹൈ പ്രീസ്റ്റസ് കാർഡ്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് വാൻഡ്സ്. നൈറ്റ് ഓഫ് വാൻഡ്സ് ഉണ്ട്. 4 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 4 ഓഫ് വാൻഡ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 4 ഓഫ് കപ്സ്, 4 ഓഫ് വാൻഡ്സ്, ദ എംപറർ കാർഡ്. ഓക്കെ, ക്വീൻ ഓഫ് പെൻഡക്കിൾസ്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് വന്നിട്ടുള്ള കാർഡ് ക്വീൻ ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മളിവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ എനർജി, കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ സ്ട്രെങ്ത് കാർഡ് ഉണ്ട്, മൂൺ കാർഡ് ഉണ്ട്, അതുപോലെ 4 ഓഫ് കപ്സ് ഉണ്ട്, ഹെർമിറ്റ് കാർഡ് ഉണ്ട്, ഹൈ പ്രീസ്റ്റസ് കാർഡ് ഉണ്ട്. ഇത്രയും കാർഡുകളാണ് നമ്മൾ ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു എനർജി നോക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ നോക്കുമ്പോൾ സ്ട്രെങ്ത് കാർഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് ശരിക്കും ഒരു സൈലന്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നു, അതുപോലെ തന്നെ ഒരു കൺഫ്യൂസിങ് ആയിട്ട് പോകുന്നൊരു ഫേസിലാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ കുറേ ആളുകൾക്ക് ഒരു ലെസ് കോണ്ടാക്ട് ആയിരിക്കാം, ഒരിക്കലും അതൊരു സെപ്പറേഷൻ ആയിരിക്കത്തില്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ശരിക്കും നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരുന്നില്ല. നിങ്ങളോടൊപ്പം ഉണ്ടാകുമോ, അല്ലെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോവുകയാണോ, ഇതൊന്നും അവരൊരിക്കലും ഒരു ക്ലാരിറ്റി തന്നുകൊണ്ട് സംസാരിക്കത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ലാരിറ്റി നിങ്ങളുടെ പേഴ്സൺ തരുന്നില്ല. നിങ്ങളെയും അതോടൊപ്പം തന്നെ അവർ കൺഫ്യൂസ്ഡ് ആണ്, അതോടൊപ്പം നിങ്ങളെയും അവർ കൺഫ്യൂസ്ഡ് ആക്കി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു സൈലന്റ് ആയിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നു. എന്നാൽ റിലേഷൻഷിപ്പിൽ പേഴ്സൺ നിങ്ങളുടെ ഇപ്പം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ഇനിയിപ്പം ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ആ ഒരു രീതിയിൽ ഉള്ള ഒരു സ്റ്റേജ്, വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലൂടെയാണ് ഈ റിലേഷൻഷിപ്പ് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ട്രെങ്ത് കാർഡ് വരുമ്പോൾ നിങ്ങൾ വളരെ ഒരു പേഷ്യൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണിക്കുന്നുണ്ട് എന്ന് നമുക്കത് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങളെന്ന പേഴ്സൺ ഒത്തിരി ക്ഷമയോടെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ അവർ ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ എപ്പോഴും വരുന്നു, കുറച്ച് നല്ല ക്ലോസ് ആയിട്ട് നിൽക്കുന്നു, അതിനുശേഷം പെട്ടെന്ന് തന്നെ അപ്രതീക്ഷ വന്ന് പിന്നെ അതൊരു ലോ എനർജിയിലേക്ക് പോകുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് വളരെയധികം വേദന തരുന്നുണ്ട്. എങ്കിൽ പോലും നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് പിടിച്ചു നിർത്താനായിട്ട് വളരെയധികം ഒരു ക്ഷമ ഈ റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട്. അതാണ് നമുക്കിവിടെ ഫസ്റ്റ് തന്നെ യൂണിവേഴ്സ് കാണിച്ചിരുന്നത്. പക്ഷെ ഉള്ളിൽ നിങ്ങൾ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അവരുടെ സിറ്റുവേഷൻസ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഓക്കെ അവരൊക്കെ ഒന്ന് ഓക്കെ ആകട്ടെ, ഇപ്പൊ എനിക്ക് ഇച്ചിരി പ്രശ്നങ്ങളും വേദനകളൊക്കെ വന്നാലും ഞാനിതൊക്കെ ഒന്ന് സാക്രിഫൈസ് ചെയ്യാം എന്ന രീതിയിൽ നിങ്ങൾ വളരെ പേഷ്യൻസോടുകൂടി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒത്തിരി സ്ട്രഗിൾസ് ഉള്ളതായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. വളരെയധികം സ്ട്രഗിൾസിലൂടെയും വേദനയുടെയും വിഷമത്തിലൂടെയും ഒക്കെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ മൂൺ കാർഡ് ഉണ്ട്. ഇവിടെ മൂൺ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ തന്നെയാണ്. ഡൗട്ട്സ് ഉണ്ട്, കൺഫ്യൂഷൻ ഉണ്ട്, അതുപോലെ ഹിഡൻ ഫീലിങ്സുകൾ എല്ലാം ഓപ്പൺ ആയി പറയാൻ കഴിയാത്തൊരവസ്ഥ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടായിരിക്കാം.
നിങ്ങൾ തമ്മിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതെ വരുമ്പോൾ തന്നെ അവിടെ ഒരു ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കുറേയേറെ ഓവർ തിങ്കിങ്ങുകൾ, നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടാകുന്നു, ഇതെന്താണ് ശരിക്കും ഇവിടെ നടക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫീലിങ്സുകളെല്ലാം തന്നെ ഹിഡൻ ആയിട്ട് വെക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. ആ ഫീലിങ്സുകളൊന്നും എക്സ്പ്രസ് ചെയ്യാനായിട്ട് പോലും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇത് മൂൺ കാർഡ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 ഓഫ് കപ്സിന്റെ ഒരു കാർഡ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു 4 ഓഫ് കപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത അവസ്ഥ. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പലപ്പോഴും പല സമയത്തും വളരെ ഹാപ്പി ആയിട്ടിരുന്ന സമയങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. എങ്കിൽ പോലും ഇത് ഓവറോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ മൊത്തത്തിൽ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും തോന്നുന്നത് ഒരേ കാര്യം തന്നെയാണ്. അതായത് ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ല, നിങ്ങളുടെ കാര്യത്തിലാണ് കൂടുതലും അത് വരുന്നത്. കാരണം നിങ്ങളാണ് കൂടുതൽ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി എഫേർട്ട് ഇട്ടത് എന്നാണ് മനസ്സിലാകുന്നത്. ഇത്രയേറെ എഫേർട്ട് ഇട്ട് കുറേയേറെ ഹാപ്പിനെസ് ആയ കാര്യങ്ങൾ, സന്തോഷകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വേദനകളാണ് കൂടുതലും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ വിഷമങ്ങളാണ് കിട്ടിയിട്ടുള്ളത് എന്നാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഈ റിലേഷൻഷിപ്പിൽ. പിന്നെ ഇത് ക്യാരി ചെയ്തുകൊണ്ട് എന്താണ് ഒരു കാര്യം എന്ന് വരെ നിങ്ങളിവിടെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഒരാൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾക്ക് ഇമോഷണൽ ഇൻട്രസ്റ്റ് കുറഞ്ഞതുപോലെയുള്ള ഫീലിങ്സ് ആണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഇമോഷണലി ഒരു നിങ്ങളോട് അത്ര ആദ്യം ഉണ്ടായിരുന്നതിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്തതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഈ 4 ഓഫ് കപ്സിന്റെ എനർജി. പിന്നെ ഹെർമിറ്റ് കാർഡ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈ പ്രിസ്റ്റസ് കാർഡും വന്നിട്ടുണ്ട്. ഈ ഒരു ഹെർമിറ്റ് കാർഡും ഈ ഒരു ഹൈ പ്രിസ്റ്റസ് കാർഡും, ഈ രണ്ട് കാർഡും കൂടെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് പ്ലസ് സൈലൻസ് ആണ്. അതായത് നിങ്ങൾ ഇപ്പോൾ ഡിസ്റ്റൻസിലായിരിക്കാം, ഇമോഷണലി നിങ്ങൾ ഡിസ്റ്റൻസിലായിരിക്കാം, ഫിസിക്കലി നിങ്ങൾ ഒരുമിച്ചുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് ഒന്നും പറഞ്ഞിട്ടില്ല, റിലേഷൻഷിപ്പിലുണ്ട്, ആ ഒരു രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു സൈലന്റ് ആണ്, കാര്യങ്ങളൊന്നും തുറന്ന് സംസാരിക്കുന്നില്ല, ഒരു ക്ലാരിറ്റി തരുന്നില്ല, ഇങ്ങനെ സംസാരിക്കുന്നില്ല, കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്. ഉള്ളിൽ രണ്ടുപേരും രണ്ട് സ്ഥലത്തിരുന്ന് ഇങ്ങനെ കാര്യങ്ങൾ ചിന്തിച്ചു കൂടുന്നു. അത് മാത്രമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു എനർജി, കറണ്ട് സിറ്റുവേഷൻ എന്നാണ് നമുക്കിവിടെ ഈ ഒരു കാർഡിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പൊ പുറമേ നോക്കുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ കാമായിട്ട് പോകുന്നു, നിങ്ങൾ റിലേഷൻഷിപ്പിലുണ്ട് എന്നൊക്കെ തോന്നിയാലും ഉള്ളിലും വളരെയധികം കൺഫ്യൂഷനും അതുപോലെ ഇമോഷണൽ ഡിസ്റ്റൻസും വളരെയധികം ശക്തമാണ് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് വരും. പിന്നെ ഇവിടെ ഇമോഷണൽ എനർജി, നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ എനർജി നോക്കുവാണെങ്കിൽ ക്യൂൻ ഓഫ് കപ്സ് ഉണ്ട്, ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ഉണ്ട്, 6 ഓഫ് പെന്റക്കിൾസ്. ഇത് കപ്സിന്റെ ഒരു എനർജി, 2 പെന്റക്കിൾസിന്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ ഒരു സിൻസിയർ ആയിരുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. ക്യൂൻ ഓഫ് കപ്സ് വന്നിരിക്കുന്നത് വളരെ സിൻസിയർ ആയിരുന്നു, നിങ്ങൾ ഒത്തിരി കെയർ ചെയ്തിട്ടുണ്ട് ഒരു പേഴ്സണെ. നിങ്ങൾ അവര് മനസ്സിൽ ഇപ്പൊ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അവർക്കറിയാം ഓൾറെഡി നിങ്ങൾ വളരെയധികം അവരെ സ്നേഹിച്ചിരുന്നു, അവരെ സ്നേഹിച്ചതിനേക്കാൾ അധികമായിട്ട് നിങ്ങൾ അവരെ കെയർ ചെയ്തു, സ്നേഹിച്ചു എന്നുള്ള കാര്യമൊക്കെ അവർക്കറിയാം. അപ്പോൾ അവർ ആ ചിന്തിക്കുന്നുണ്ടല്ലോ, എന്നെ ഇത്രയധികം സ്നേഹിച്ചിരുന്നു എന്ന് ചിന്തിക്കുന്നതിനേക്കാളും ഇരട്ടി നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചിരുന്നു, കെയർ ചെയ്തിരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. പിന്നെ ക്യൂൻ ഓഫ് പെന്റക്കിൾസ് വരുമ്പോഴത്തേക്കും ഒരു സ്റ്റെബിലിറ്റിയോട് കൂടി തന്നെയാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നിട്ടുള്ളത്. സെക്യൂർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. വളരെയധികം പ്രതീക്ഷയോടെ, വളരെയധികം സ്നേഹത്തോടെ, വളരെയധികം കെയറോടുകൂടി നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നു. നിങ്ങൾ നിന്നപ്പോഴെല്ലാം വളരെ ജെന്യുവനായിട്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സന്റെ ഒപ്പം നിന്നിട്ടുള്ളത്. നിങ്ങളുടെ സ്നേഹം ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു സ്നേഹം തന്നെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 6 ഓഫ് പെന്റക്കിൾസ് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഇംബാലൻസ് നടന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു ഇംബാലൻസ് എന്ന് പറയുന്നത് ഒരാൾ കൂടുതലായിട്ട് എഫേർട്ട് കൊടുക്കുന്നു, അതായത് നിങ്ങൾ കൂടുതലായിട്ട് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നു. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് എഫേർട്ട് മാത്രമേ ഇത് ഇടുന്നുള്ളൂ. അത് ചിലപ്പോൾ അവരുടെ ഒരു സിറ്റുവേഷൻസ് അങ്ങനെയായിരിക്കാം. എന്താണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ കുറച്ച് ഒരു എഫേർട്ട് മാത്രമേ ഇടുന്നുള്ളൂ. നിങ്ങളായിട്ട് ഈ ഒരു പേഴ്സണെ ശരിക്കും പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ പിടിച്ചു നിർത്തുന്നത് പോലെയുള്ള എനർജി, അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു റിലേഷൻഷിപ്പിന് വളരെയധികം ഇംബാലൻസ് കൊണ്ടുവന്നത്. രണ്ടുപേരുടെ ഭാഗത്തു നിന്നും എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോവുള്ളൂ. അപ്പോൾ ഇവിടെ ഒരാൾ കൂടുതലായിട്ട് എഫേർട്ട് ഇടുമ്പോൾ അവിടെ ഒരു ബാലൻസ് ഇല്ലായ്മ വരുന്നു. അതാണ് ഈ റിലേഷൻഷിപ്പിൽ പറ്റിയത്. ഇമോഷണൽ എനർജി നോക്കുമ്പോൾ നമുക്കതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ശരിക്കും ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ല എന്നൊരു ഫീലിങ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതാണ് ഈ ഒരു ഇമോഷണലി ഈ ഒരു എനർജി ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സന്റെ ബിഹേവിയർ അല്ലെങ്കിൽ ഇവരുടെ ഒരു ആക്ഷൻ, ഇതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നൈറ്റ് ഓഫ് വാൻഡ്സ് ഉണ്ട്, പിന്നെ 4 ഓഫ് കപ്സും കൂടെ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ അവരുടെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഓൺ ആൻഡ് ഓഫ് എന്ന രീതിയിലാണ്. അതായത് ചിലപ്പോൾ വളരെ ക്ലോസ് ആയിട്ട്, വളരെ അതായത് ഒത്തിരി സ്നേഹമുള്ള പോലെ ആ ഒരു രീതിയിൽ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ പോവുകയൊക്കെ ചെയ്യും. വളരെ ക്ലോസ് ആയിട്ട് പോകും. പിന്നെ പെട്ടെന്ന് തന്നെ അവർ സഡൻലി ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. അപ്പോൾ
ചിലരെ സംബന്ധിച്ച് അത് ഓക്കെ, പെട്ടെന്ന് തന്നെ ഒരു സഡൻലി ഒരു ഡിസ്റ്റൻസിൽ പോകുമ്പോൾ അത് ഓക്കെ എന്നെടുക്കാനായിട്ട് കഴിയും. പക്ഷേ മോസ്റ്റ്ലി ആളുകൾക്കും അതങ്ങനെ സാധിക്കാറില്ല. പെട്ടെന്ന് സഡൻലി അവർ അങ്ങനെ നിർത്തിയിട്ട് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് എടുത്ത് പോകുമ്പോൾ അവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ കഴിയുന്നു, അല്ലെങ്കിൽ അവരെ കൊണ്ട് എങ്ങനെ ഇങ്ങനെ സാധിക്കുന്നു എന്ന് വരെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ ഒരു ബിഹേവിയർ ആണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. അതിനുശേഷം വീണ്ടും കുറച്ച് നാളുകൾ കഴിയുമ്പോൾ വീണ്ടും അവർ ഓണായിട്ട് വരും. അപ്പോൾ അങ്ങനെ വന്നിട്ട് അപ്പോഴും വളരെ ക്ലോസ് ആയിട്ട് പോകും. പിന്നെ അതായത് ഒരു ഉയരത്തിലേക്ക് പോകുന്നു, താഴ്ചയിലേക്ക് പോകുന്നു, വീണ്ടും കയറി വരുന്നു, താന്നു പോകുന്നു. ആ ഒരു രീതിയിൽ ഇങ്ങനെ ഉയർന്നും താന്നും പോകുന്ന രീതിയിലുള്ള ഒരു വേവ് ലെങ്ത് രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ പോകുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിന് ഒരു കൺസിസ്റ്റൻസി വളരെ കുറവാണ്. അവർക്ക് തോന്നുന്ന മാതിരി നിങ്ങളുമായിട്ട് കോണ്ടാക്ട് വയ്ക്കുക, അവർക്ക് തോന്നുന്ന സമയങ്ങളിൽ നിങ്ങളെ കാണുക, അങ്ങനെയുള്ള ഒരു രീതിയിൽ ഇതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വേയിൽ നമ്മളിപ്പോ എല്ലാ ദിവസവും ഒരു റിലേഷൻഷിപ്പിന്റെ ഇതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും സംസാരിച്ചില്ലെങ്കിൽ കൂടിയും ഇപ്പൊ നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് ആ ഒരു നിൽക്കുന്ന സമയത്തൊന്ന് ലൈവായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കണം. അതാണ് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ആ ഒരു കൺസിസ്റ്റൻസി അവർക്ക് കുറവാണ്. അതാണ് ഇവിടെ ഒരു ഓൺ ആൻഡ് ഓഫ് വരുന്നത്. അവർക്ക് ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരുമ്പോൾ അവരതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആയിട്ട് അവരതിലേക്ക് പോവുകയും അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവർ ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുകയും ചെയ്യുന്നു. അതായത് എവിടെ വേണമെങ്കിലും ഈ ഒരു പേഴ്സണെ ഇറക്കി വിട്ടിട്ട് പോകാം എന്ന രീതിയിൽ ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതല്ലാണ് നമുക്കിവിടെ പറയുന്നത്. അവർ ബിഹേവ് ചെയ്യുന്നത് അങ്ങനെയാണ്, അവരുടെ ബിഹേവിയർ അങ്ങനെയാണ്, അവരുടെ ആക്ഷൻസ് അങ്ങനെയാണ്. പക്ഷെ അവർക്ക് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹമുണ്ട്, നല്ല രീതിയിലുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. പക്ഷെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഒരു ഫീലിങ്സ് ഇല്ലാത്തൊരു വ്യക്തി എന്ന രീതിയിൽ വരെ ആ ഒരു രീതിയിലാണോ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതെന്ന് വരെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ എവിടെ ഡ്രോപ്പ് ചെയ്യണമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുകയാണെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ തന്നെ നിങ്ങളെ ഇറക്കി വിട്ടിട്ട് പോകാനായിട്ട് യാതൊരു മടിയില്ല. ആ രീതിയിൽ പോകുന്ന ഒരു പേഴ്സൺ ആണ്. അതാണ് ഇവിടെ ഒരു ഓൺ ആൻഡ് ഓഫ് എന്ന രീതിയിൽ വരുന്നത്. അവര് വിട്ടിട്ട് പോയതിന് ശേഷം അവിടെ എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ അവർ വിഷമിക്കുന്നുണ്ടോ വേദനിക്കുന്നുണ്ടോ, ഇതൊന്നും ഇവരെ സംബന്ധിക്കുന്ന ഒരു കാര്യമേ അല്ല. അപ്പൊ ആ രീതിയിലുള്ള ഒരു ബിഹേവിയർ ഉള്ള ഒരു പേഴ്സൺ ആണ്. അവരിപ്പോ ഈ ഒരു സമയത്ത് അവരെ നോക്കുമ്പോൾ അവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. സീരിയസ് ആയിട്ട് ഒരു കമ്മിറ്റ്മെന്റിന് അവരൊട്ടും റെഡി അല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ. നിങ്ങളുമായിട്ട് സീരിയസ് ആയിട്ടൊരു കമ്മിറ്റ്മെന്റിന് അവരൊട്ടും റെഡി അല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ ഇനി എന്താകും, ഇതാണ് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ് ഇതാണെങ്കിൽ റിലേഷൻഷിപ്പ് ഫ്യൂച്ചറിൽ എങ്ങോട്ടേക്ക് പോകും എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയത്. ഇവിടെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. അപ്പം ഡെത്ത് കാർഡ്, അതുപോലെ 4 of Wands, ദ എംപറർ കാർഡ്, 9 of Cups, ഇത്ര 4 കാർഡുകൾ വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും വലിയൊരു ട്രാൻസ്ഫർമേഷന്റെ ഒരു കാർഡാണ്, വലിയൊരു മാറ്റം. ആ ഒരു പഴയ പാറ്റേൺ കംപ്ലീറ്റ്ലി മാറിപ്പോകും, അവസാനിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. 4 of Wands എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്റ്റെബിലിറ്റിയും റീയൂണിയനും ഉള്ള ചാൻസസ് തന്നെയാണ്. പിന്നെ എംപറർ കാർഡ് എന്ന് പറയുമ്പോൾ കമ്മിറ്റ്മെന്റ് ഉണ്ടാകും, നിങ്ങളോട് നല്ല രീതിയിലൊരു കമ്മിറ്റ്മെന്റുമായിട്ട് അവർ തിരിച്ചു വരും എന്നുള്ളതാണ്. 9 of Cups എന്ന് പറയുമ്പോൾ ഒരു വിഷ് ഫുൾഫിൽമെന്റ്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എങ്ങനെയാണോ ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഒരു സ്നേഹവും കെയറിങ്ങും ഒക്കെ തരേണ്ടത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതോ ആ ഒരു രീതിയിൽ ആ ഒരു സ്നേഹവുമായിട്ട് അവർ വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബന്ധം വലിയൊരു മാറ്റത്തിലൂടെ പോകും. അതിനുശേഷം മാത്രമേ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുകയുള്ളൂ ഈ ഒരു റിലേഷൻഷിപ്പിന് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഒരു ഫൈനൽ ഔട്ട്കം ആയിട്ട് പറയാനായിട്ട് സാധിക്കുന്നത് ആ പഴയൊരു കൺഫ്യൂഷൻ അവസാനിച്ച് 2 സാധ്യതകളാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അത് രണ്ടും ആണെങ്കിലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അതായത് ഫസ്റ്റത്തെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ പഴയ കൺഫ്യൂഷൻസ് എല്ലാം അവസാനിപ്പിച്ച് ഒരു സ്ട്രോങ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് വീണ്ടും ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ടായി അങ്ങനെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷന് ശേഷം, അതായത് എന്തോ ഒരു വലിയ മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരാനായിട്ട് പോകുന്നുണ്ട്, ആ ഒരു വലിയ മാറ്റത്തിന് ശേഷം ഒരു ബ്രേക്കപ്പ് ആയി മാറി നിങ്ങൾക്ക് ബെറ്റർ ഒരു ഹാപ്പിനെസ്സിലേക്ക് നിങ്ങൾ പോകും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇപ്പോൾ ബ്രേക്കപ്പ് ആയി നിങ്ങൾ ആ ഒരു പേഴ്സൺ നിങ്ങൾ മാറിപ്പോയാലും, അല്ലെങ്കിൽ ഇനി ഒരു സ്ട്രോങ് സ്റ്റേബിൾ റിലേഷൻഷിപ്പ് ആയിട്ട് ഇത് മാറിയാലും, എങ്ങനെ വന്നാലും ലാസ്റ്റിൽ നമുക്ക് ഇവിടെ യൂണിവേഴ്സ് കറക്റ്റ് ആയിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കൊരു ബെറ്റർ ഹാപ്പിനെസ് ലഭിക്കും എന്നുള്ളത്. പക്ഷെ ഇത് തന്നെയാണ് ഇപ്പോഴുള്ളൊരു സെയിം സിറ്റുവേഷൻ തുടർന്ന് കൊണ്ടുപോകില്ല. ഇപ്പോഴത്തെ ഈ ഒരു ഫ്യൂച്ചറിലേക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ഈ ഒരു കാര്യങ്ങളെല്ലാം മാറും. ഇവിടെ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവും. നമുക്കിവിടെ ഡെത്ത് കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് ഈ ഒരു ഓൾഡ് പാറ്റേണിൽ പോകുന്ന കാര്യങ്ങളെല്ലാം മാറി ഓൾഡ് പാറ്റേൺ എല്ലാം ഇവിടെ ഡെത്ത് ആകും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ഈ ഒരു കൺഫ്യൂഷൻ, നമുക്കിവിടെ മൂൺ കാർഡ് വന്നിട്ടുള്ള കൺഫ്യൂഷൻ, അതുപോലെ ഇംബാലൻസസ്, പിന്നെ ഓൺ ആൻഡ് ഓഫ് ബിഹേവിയർ, നൈറ്റ് ഓഫ് വാൻസ് വന്നിട്ടുള്ള ഒരു ഓൺ ആൻഡ് ഓഫ് ബിഹേവിയർ, ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് എൻഡ് ആകും. അതായത് ഇപ്പോഴുള്ളതുപോലെ ഒരു
അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥ ഇനി തുടർന്ന് പോകില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഉള്ളൊരു ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന സ്റ്റെബിലിറ്റി വരാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. നമുക്ക് 4 ഓഫ് വാൻഡ്സ് വന്നിട്ടുള്ളത് കൊണ്ട് ഈ ഒരു കാർഡ് ശരിക്കും റീയൂണിയൻ, കമ്മിറ്റ്മെന്റ്, സന്തോഷത്തെയൊക്കെ കാണിക്കുന്ന കാർഡാണ്. അപ്പോൾ ബ്രേക്കപ്പ് ഉണ്ടെങ്കിലും വീണ്ടും കണക്ട് ആകാനുള്ള സ്ട്രോങ് ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് കഴിഞ്ഞ് വീണ്ടും ഒരു സ്റ്റേബിൾ ആയിട്ട് വരാം, അല്ലെങ്കിൽ സെയിം പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഫേസിലേക്ക് നിങ്ങൾ വേറൊരു പുതിയൊരു പേഴ്സണുമായിട്ട് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഫേസിലേക്ക് പോകാനുള്ള ചാൻസസ് നമ്മളിവിടെ കാണുന്നുണ്ട്. അതുപോലെ എംപറർ കാർഡ്, ഈ ഒരു കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർഡാണ്. ഇമ്മച്വർ എനർജിയാണ്. ഒരു മച്വർ ആയിട്ട് ഒരു റെസ്പോൺസിബിൾ എനർജി ആയിട്ട് ആ ഒരു ഇമ്മച്വർ എനർജി ചേഞ്ച് ആകും എന്നുള്ളതാണ്. ഇത് രണ്ട് രീതിയിലാകും. നിങ്ങളുടെ പേഴ്സൺ തന്നെ മച്വർ ആയിട്ട് തിരിച്ചു വരാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു സ്റ്റേബിൾ പേഴ്സൺ നിങ്ങൾക്ക് നല്ല സ്നേഹവും കെയറും ഒക്കെ തരുന്ന, ഒരു സ്റ്റെബിലിറ്റിയും കോൺസിസ്റ്റൻസിയും ഒക്കെ തരുന്ന ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ വരാം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പക്ഷെ ഫൈനൽ എനർജി എപ്പോഴും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും, നല്ലൊരു കമ്മിറ്റ്മെന്റ് കിട്ടും, നല്ലൊരു സ്റ്റെബിലിറ്റിയും നിങ്ങൾക്ക് കിട്ടും, ആ ഒരു ഹാപ്പിനെസ് നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ്. അതിനെ സപ്പോർട്ട് ചെയ്ത് വരുന്ന കാർഡ് തന്നെയാണ് 9 ഓഫ് കപ്സിന്റെ കാർഡ്. വിഷ് ഫുൾഫിൽമെന്റ് ആണ്. ഇത് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷന്റെ ഒരു കാർഡാണ്. നിങ്ങൾ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അതൊരു സെയിം പേഴ്സൺ കൂടെ ആയാലും അല്ലെങ്കിൽ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ഇത് രണ്ട് ഓപ്ഷൻസ് നമ്മളിവിടെ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് ഈ രണ്ട് ഓപ്ഷൻസ് ആണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ മാത്രം നോക്കിയിരിക്കുകയാണെങ്കിൽ പോലും ചിലപ്പോൾ അതൊക്കെ തട്ടിമറിഞ്ഞ് വേറെ രീതിയിലേക്ക് പോയിട്ട് നിങ്ങളിലേക്ക് പുതിയൊരു പേഴ്സൺ വരും. അപ്പോൾ അങ്ങനെ ചിലർ വിചാരിക്കും എനിക്കൊരു പുതിയ പേഴ്സൺ ഒന്നും വന്നാൽ ഇനി ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി മറിയാനായിട്ട് മിനിറ്റുകൾ മതി എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഫൈനലി എങ്ങനെയാണെങ്കിലും നിങ്ങൾക്കൊരു സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പം ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും, പിന്നെ ഒരു എൻഡിങ് ഫേസിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകും, പിന്നെ ഒരു സെപ്പറേഷനിലേക്ക് പോകും, അതിനുശേഷം കുറച്ച് റിയലൈസേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ ഒരു സ്റ്റേബിൾ കണക്ഷനിലേക്ക് വരും. അത് സെയിം പേഴ്സണുമായിട്ടാകാം അല്ലെങ്കിൽ മറ്റൊരു പേഴ്സണുമായിട്ടാകാം. അപ്പോൾ അതിനുശേഷം നല്ലൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും, അവസാനം ഒരു ഇമോഷണൽ ഫുൾഫിൽമെന്റ്. ഇതാണ് നിങ്ങളുടെ ഇനി ഫ്യൂച്ചറിലേക്ക് വരാനായിട്ട് പോകുന്ന ഒരു ഔട്ട്കം എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാപ്പിനെസ് എങ്ങനെയാണെങ്കിലും ഉറപ്പാണ്, പക്ഷെ അതിന് മുന്നേ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ചേഞ്ചസിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ പിടിച്ചു നിർത്തുന്ന ആ ഒരു സെയിം സിറ്റുവേഷൻ അല്ലെങ്കിൽ സെയിം പേഴ്സൺ അത് ഫ്യൂച്ചറിലേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകണം എന്ന് ഉറപ്പില്ല. മാറ്റം വന്നാൽ മാത്രമേ അവിടെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരു അവസാനമല്ല. ഈ ഒരു മാറ്റത്തിന് ശേഷം ഒരു സന്തോഷം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വരുന്നു, ഒരു ബ്രേക്കപ്പ് വരുന്നു, ഒരു പ്രശ്നങ്ങൾ വരുന്നു, ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? എനിക്ക് ഈ സിറ്റുവേഷൻ ഒന്ന് തരണം ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കും ഞാനിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ ഒരു കാർഡിലൊക്കെ കണ്ടുപോലെ നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്, സൈലന്റ് ആണ്, ഈ ഒരു രീതിയിലൊക്കെ പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അധികം ചിന്തിക്കുന്നത് കൊണ്ട് ഈ ഒരു സിറ്റുവേഷൻസ് ഒന്നും ഒരിക്കലും ക്ലിയർ ആകാനോ മാറാനോ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൈൻഡിൽ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അത് ഒഴിവാക്കുക. അവരെന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളൊരു ലൂപ്പിൽ പെട്ടിങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് നടന്ന് അങ്ങനെ നടക്കാതിരിക്കുക. ആ ലൂപ്പ് കുറയ്ക്കുക. അവരെന്താണ് ചിന്തിക്കുന്നത്, അവരിപ്പോൾ എന്തെടുക്കുക, എന്നെ കുറിച്ച് ചിന്തിക്കുന്നത്, അങ്ങനെ ഒരു ലൂപ്പിൽ പെട്ടിങ്ങനെ കറങ്ങാതിരിക്കുക. അത് കുറയ്ക്കുക. നിങ്ങൾ തന്നെ അത് കുറച്ചെടുക്കുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞു തരുന്നത്. പിന്നെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഗസ് ചെയ്യുന്നതിന് പകരം കാര്യങ്ങൾ കറക്റ്റായിട്ട് ചോദിക്കുക. കാമായിട്ട് സംസാരിക്കുക. അവരെ ബ്ലെയിം ചെയ്യാതെ അവരുടെ ഫീലിങ്സുകൾ മനസ്സിലാക്കുകയും നിങ്ങളുടെ ഫീലിങ്സുകൾ പറയാനായിട്ട് ശ്രമിക്കുക. എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ. നിനക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് സീരിയസ് ആയിട്ട് വേണോ, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പ് നിൽക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏതൊരു സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത്, ഇങ്ങനെയുള്ള ക്ലാരിറ്റി കിട്ടുന്ന ഇതിലൂടെയൊക്കെ വേഗം നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു പേഴ്സണോട് ഡയറക്റ്റ് ആയിട്ട് ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കാം. അപ്പം പിന്നെ യൂണിവേഴ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 6 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി ഉണ്ട്. ഇംബാലൻസ്. നിങ്ങൾ കൂടുതൽ കെയർ കൊടുക്കുകയും കൂടുതൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന എനർജീസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി അങ്ങോട്ടേക്ക് ഈക്വൽ എഫേർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ പുറകോട്ട് വലിയുക എന്നുള്ളതാണ്. അവരും എഫേർട്ട് ഇടുന്നില്ലെങ്കിൽ നിങ്ങൾ പുറകോട്ട് വലിയുക. കാരണം നിങ്ങൾ ഒരു റൈറ്റ് പേഴ്സൺ അല്ല അതെന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഒരു റൈറ്റ് റിലേഷൻഷിപ്പ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സെൽഫ് റെസ്പെക്റ്റ് കോംപ്രമൈസ് ചെയ്യരുത് ഒരിക്കലും. കാരണം നിങ്ങൾ അവിടെ കൂടുതലായിട്ട് എഫേർട്ട് ഇട്ട് കെയർ ഇട്ട് നിൽക്കുന്ന ഒരു കാര്യമില്ല. അവിടെ ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ല. അവിടെ അവർക്ക് ഇപ്പോൾ അവർ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ തന്നെ അവർ നിൽക്കത്തുള്ളൂ. അവർ എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇവിടുന്ന് എഫേർട്ട് ഇട്ടിട്ട് ഒരു കാര്യമുള്ളൂ. അത് അവർ എഫേർട്ട് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള പേഴ്സൺ അല്ല, അല്ലെങ്കിൽ അത് നിങ്ങൾക്കുള്ള റിലേഷൻഷിപ്പ് അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എത്രയും വേഗം അവിടുന്ന് ഇവിടെ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കിവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്ന ഒരു കാര്യം. പിന്നെ അവർക്കായിട്ടൊരു സ്പേസ് കൊടുക്കുക.
നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജി ഉണ്ടല്ലോ, അവർ ഓൺ ആൻഡ് ഓഫിലേക്കൊക്കെ പോകുന്ന ആ ഒരു എനർജിയാണ് നൈറ്റ് ഓഫ് വാൺസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അവരെ ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൂടുതലായിട്ട് ഒരു ഡിസ്റ്റൻസിലേക്ക് എടുത്തിട്ട് ഇത്ര ഡിസ്റ്റൻസ് ആയി പോകും. നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയൊരു ഡിസ്റ്റൻസ് എടുക്കുക, നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് ചെയ്ത് ആ ഒരു കാര്യങ്ങളേക്കൊക്കെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ലൈഫിന്റെ ചിന്തകളും കാര്യങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് മാറ്റിവിടുക. ഇതൊരു ഇഗ്നോർ ചെയ്യുന്ന രീതിയിലല്ല, ഹെൽത്തി ഡിറ്റാച്ച്മെന്റ് എന്ന രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. സെൽഫ് ഫോക്കസ് ചെയ്യുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് മെന്റലി ഒരു പീസ് ഉണ്ടാക്കാനായിട്ട്, നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ആ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കിയെടുത്ത് അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിന് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹോബീസ്, വർക്കുകൾ, സെൽഫ് കെയർ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ നിങ്ങൾ കംപ്ലീറ്റ് ആകാൻ മറ്റൊരാളുടെ ഒരു ആവശ്യമേ ഇല്ല എന്നുള്ളൊരു കാര്യം, അതായത് നിങ്ങൾ കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് വേറൊരു വ്യക്തിയുടെ ആവശ്യമില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, നിങ്ങൾ വളരെ ജെന്യുവൻ ആണ്. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നപ്പോഴെല്ലാം വളരെ ഒരു ജെന്യുവൻ ആയിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത്. അതൊക്കെ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനുള്ള റിവാർഡ് എന്തായാലും കിട്ടും എന്നുള്ളതാണ്. ബിഗസ്റ്റ് ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റം, അത് ഒരു കാര്യമാണ്, അത് ഒരിക്കലും ഒഴിവാക്കാനായിട്ട് കഴിയില്ല. ആ ഒരു മാറ്റം വന്നു കഴിയുമ്പോൾ ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾ വിട്ടുകളയേണ്ടതായിട്ട് വരും. നിങ്ങൾ ആ ഒരു മാറ്റം വരുന്ന സമയത്ത് ആ ഒരു മാറ്റത്തിനെ സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക, അതിനെ അഗ്നസ്റ്റ് ആയിട്ട് നിൽക്കാതിരിക്കുക. ആ ഒരു ഫ്ലോ അക്സെപ്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. ഇതൊരു ബെറ്റർ ഫ്യൂച്ചറിലേക്ക് ഒരു വഴിയൊരുക്കുന്ന കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അവര് എന്നെ ചൂസ് ചെയ്യുന്നുണ്ടോ എന്നത് മാത്രം നിങ്ങൾ നോക്കരുത്. നിങ്ങൾ ചോദിക്കേണ്ടത് ഞാൻ ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ അവർ ബിഹേവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അവരെന്നെ ചൂസ് ചെയ്യുന്നുണ്ടോ ഇത് മാത്രം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ അവർ എന്നോട് ബിഹേവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. കാരണം അവരെ നിങ്ങൾ വിടുക, അവരെല്ലാം ഇമ്പോർട്ടന്റ്, നിങ്ങളാണ് ഇമ്പോർട്ടന്റ്. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ അവരെ ബിഹേവ് ചെയ്യുന്നുണ്ടോ എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. കാരണം നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള എല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ജെന്യുവനാണ്, നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ചെയ്തു. ഇനി അവരായിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അവര് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഞാൻ ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ അവർ എന്നോട് ബിഹേവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ അതാണ് ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു ഗോൾഡൻ റൂള് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ. അപ്പൊ ഒരു ഫൈനൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ അവരെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കരുത്. നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കരുത്. നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അവർ വേണമെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് അവരും ശ്രമിക്കട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. ഇതാണ് നമുക്കിവിടെ യൂണിവേഴ്സ് ഫൈനൽ അഡ്വൈസ് ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് 639 എന്ന് പറയുന്ന നമ്പറാണ്. നമ്പർ 45 നമുക്ക് കിട്ടുന്നുണ്ട്. ഹിയറിംഗ് ഇഷ്യൂസ്, ടോക്കറ്റീവ്, 1991, നമ്പർ 13, പേഷ്യൻസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്ലവേഴ്സ്, അക്കൗണ്ടന്റ്, 1982, 1985, നമ്പർ 44, റീഡിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ചെസ്, എറണാകുളം ജില്ല, ലോങ് ഹെയർ, ടുമോറോ പോസിബിലിറ്റി ആണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. തിരുവനന്തപുരം ജില്ല. പർപ്പിൾ കളർ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ. ലവ് ബിൾ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. എക്സ്പെക്ട് മിറാക്കിൾസ്, നിങ്ങൾക്ക് ഒരു അത്ഭുതം പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. 1111, ഓക്കെ, ഏഞ്ചൽ നമ്പർ ആണ്. ലെറ്റർ യു നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ലെറ്റർ എൽ കിട്ടുന്നുണ്ട്. നമ്പർ 43, ബ്ലൂ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളറ്. അതുപോലെ തന്നെ നമുക്കിവിടെ സെപ്റ്റംബർ മന്ത് കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കളർ കിട്ടുന്നുണ്ട്. സോഷ്യൽ വർക്കർ, നവംബർ മന്ത്, 1984, പെയിന്റിംഗ്, പോലീസ്. അതുപോലെ തന്നെ നമുക്ക് യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ വരുന്നുണ്ട്. റോസ് കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളറ്. ലെറ്റർ കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 6 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 37, ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ഓക്കെ, കണ്ണൂർ ഡിസ്ട്രിക്ട്, കണ്ണൂർ ജില്ല നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ ജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മ്യൂസിക്, ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ മ്യൂസിക് ഒക്കെ വലിയ പ്രാധാന്യമുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. നമ്പർ 29 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എ, ഓക്കെ, നെയിൽ പോളിഷിനോടൊക്കെ ക്രേസ് ഉള്ള വ്യക്തികളാകാം. 1994, ബേക്കർ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഡ്രോയിങ്, പടമൊക്കെ വരയ്ക്കുന്ന വ്യക്തികളായിരിക്കും.
2000 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.